ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ആദ്യം ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ചെറിയ റീക്യാപ്പ് കാണാം. നമ്മുടെ രാജകുമാരനും അംഗരക്ഷകനും കൂടിയിട്ട് ആ വൈദ്യനെ തേടി ആ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. അദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ സംഘം പടയാളികൾ അദ്ദേഹത്തിന് പിന്നാലെയുണ്ട്. ആ ഗ്രാമത്തിലാവട്ടെ സോംബികൾ ഉദ്ഭവിക്കുകയും ജനങ്ങളെ മുഴുവൻ കടിച്ച് കീറി കൊന്ന് സോംബികളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. വൈദ്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെട്ട രാജകുമാരനും അംഗരക്ഷകനും രാത്രി ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. അവിടെ വെച്ച് അംഗരക്ഷകൻ രാജകുമാരനോട് പറയും, എന്തൊക്കെ തന്നെ ആയാലും അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവാം. നീ എന്താ വിചാരിക്കുന്നത്? നമ്മളിപ്പോൾ തിരിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നറിയോ? എനിക്ക് സഹായം ചെയ്ത നിന്നെയും നിന്റെ ഭാര്യയെയും നിന്റെ മുഴുവൻ കുടുംബത്തെയും അവർ കൊന്നുകളയും എന്ന് രാജകുമാരൻ പറയുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞു, ഇപ്പൊ എന്നെയും പെടുത്തിയില്ലേ എന്ന് അംഗരക്ഷകൻ പറയുന്നു. പിന്നെ നീ എന്തിനാണോ എനിക്ക് ഹെൽപ്പ് ചെയ്തതെന്ന് രാജകുമാരൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അത് ഞാനൊരു സൗഹൃദത്തിന്റെ പേരിൽ ചെയ്തതല്ലേ എന്ന് അംഗരക്ഷകൻ മറുപടി പറയുന്നു. സൗഹൃദമോ? നിങ്ങളോടാരാ സൗഹൃദത്തിൽ നിന്നത്? ഞാനൊരു രാജകുമാരനല്ലേ? രാജകുമാരനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് തെറ്റല്ലേ? ഇതിന് മരണമായിരിക്കും ശിക്ഷ എന്ന് രാജകുമാരൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. പേടിച്ചുപോയ അംഗരക്ഷകൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. വെറുതെ ഒരു തമാശക്ക് പറഞ്ഞാടോ, നിങ്ങളല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരാ ഇവിടെ ക്ലോസ് ആയിട്ടുള്ളത് എന്ന് രാജകുമാരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അയ്യോ, ഇനിയും ഇതുപോലെ എന്നെ പേടിപ്പിക്കല്ലേ, എന്റെ ജീവൻ പോയി എന്ന് അംഗരക്ഷകൻ പറഞ്ഞപ്പോ, ഇങ്ങനെ പേടിച്ചാ പിന്നെ നീ എങ്ങനെയാടോ എന്നെ രക്ഷിക്കുക? അംഗരക്ഷകനാണ് പോലും അംഗരക്ഷകൻ എന്നും പറഞ്ഞ് അയാളെ രാജകുമാരൻ കളിയാക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ യാത്ര പുനരാരംഭിക്കുന്നു. അവരൊരു ചെറിയ കാട്ടിലൂടെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് രാജകുമാരൻ അവിടെ നിൽക്കുന്നു. അംഗരക്ഷകൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ രാജകുമാരൻ പറയും, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവിടെ ഒരു പക്ഷിയുടെ ചീവീടുകളുടെയോ പോലും ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് രാജകുമാരൻ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൂരെ ഒരു വീട് അവർ കാണുന്നു. അവരങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. മാത്രമല്ല ആ വീടിന്റെ വാതിൽ പല സാധനങ്ങളും വെച്ച് അടച്ചിട്ടാണുള്ളത്. ആ മതിലിന്റെ മുകളിലാവട്ടെ മുള കൊണ്ട് കൂർത്ത അമ്പുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലാകട്ടെ രക്തം പിടിച്ച് കിടപ്പുണ്ട്. അങ്ങ് ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ പോയി ചെക്ക് ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് അംഗരക്ഷകൻ കതക് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എത്രയ്ക്ക് ശ്രമിച്ചിട്ടും അയാൾക്കത് തുറക്കാൻ കഴിഞ്ഞില്ല. അയാളെ ചവിട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും കതക് തുറന്നില്ല. അവസാനം ഞാൻ മതിൽ വഴി കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് തുറക്കാമെന്നും പറഞ്ഞ് അയാൾ മതിൽ വലിഞ്ഞ് കയറി അപ്പുറത്തേക്ക് പോകുന്നു. കയറിപ്പോയിട്ട് കുറച്ചു നേരമായിട്ട് ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാജകുമാരൻ പുറത്തുനിന്ന് അങ്ങേരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അംഗരക്ഷകൻ വാതിൽ തുറക്കുന്നു. കുമാരൻ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ മുഴുവൻ അലങ്കോലമായിട്ടാണുള്ളത്. അവിടെ എവിടെയായി പറ്റിപ്പിടിച്ച് കിടക്കുന്ന രക്തക്കറകളും മുളയുടെ അമ്പുകളും ആയുധങ്ങളും ഒക്കെയാണ് അവിടെ നിരന്നു കിടക്കുന്നത്. ഒരു മനുഷ്യനെ പോലും കാണാനില്ല. കുമാരനും അംഗരക്ഷകനും അതൊക്കെ നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് കടക്കുന്നു. പെട്ടെന്ന് ഒരു മരപ്പലക പൊളിഞ്ഞ് കുമാരൻ താഴേക്ക് വീഴുന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് രാജകുമാരനും അംഗരക്ഷകനും ഞെട്ടിപ്പോയി. രക്തം വാർന്നൊലിച്ച് കട്ട പിടിച്ച് കിടക്കുന്ന നിരവധി മൃതശരീരങ്ങൾ. തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും പടയാളികളെ സഹായത്തിന് വിളിച്ച് ആ ശവങ്ങൾ ഓരോന്നും പുറത്തെടുക്കുന്നു. കണ്ട അവർക്ക് തന്നെ അറപ്പും വെറുപ്പും തോന്നിപ്പോയി. അത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച. ആ പടയാളികളുടെ തലവൻ അംഗരക്ഷകനോട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുന്നു. ഞാനും എന്റെ സഹോദരനും ഇവിടെ വൈദ്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്, അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് എന്ന് അംഗരക്ഷകൻ മറുപടി പറയുന്നു. മൊത്തം 48 ശവശരീരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞുവെന്ന് ഒരു ഭടൻ വന്ന് പടത്തലവനോട് പറയുന്നു. ഈ ഗ്രാമത്തിലാകെ 50 പേരുള്ളതായിട്ടാണ് കണക്കിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 പേര് മിസ്സിംഗ് ആണ്. ഒരുപക്ഷെ ആ 2 പേരുമാകാം ഈ കൊലകൾക്ക് പിന്നിലെന്ന് പടത്തലവൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരെ കണ്ടുപിടിക്കുന്നതിന് ഉത്തരവിടുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ ശവശരീരങ്ങളെല്ലാം ഗ്രാമത്തലവന്റെ അടുത്തേക്ക് എത്തിക്കൂ, അദ്ദേഹം ഇതിനൊരു തീർപ്പ് പറയട്ടെ എന്നും പറഞ്ഞ് പടത്തലവൻ അവിടെ നിന്നും പോകുന്നു. ആ 48 ശവശരീരങ്ങളിൽ രാജകുമാരൻ അന്വേഷിച്ചു വന്ന വൈദ്യന്റെ ശവശരീരമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അംഗരക്ഷകനെയും കൂട്ടി വൈദ്യനെ അന്വേഷിക്കുന്നു. മറുവശത്ത് ആ ഗ്രാമത്തലവൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ ഓടിപ്പിടിച്ച് ശ്വാസം മുട്ടിയിട്ട് അവിടെ നിറയെ ശവങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് ഗ്രാമത്തലവനോട് കാര്യം പറയുന്നു. ഉടനെ തന്നെ ഗ്രാമത്തലവനും മറ്റുള്ളവരും കൂടിയിട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. ഈ ഗ്രാമത്തലവൻ ഒരു ജഡ്ജിനെ പോലെയാണ് ആ ഗ്രാമത്തിലെ. പക്ഷെ ആള് പക്ക പേടിത്തൊണ്ടരുമാണ്. അതുമാത്രമല്ല അയാൾക്ക് അയാളുടേതായ ഒരു തീരുമാനമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയും, അത് കേട്ടിട്ട് അത് തന്നെയാണ് വിധിയെന്നും പറഞ്ഞിട്ട് അതങ്ങ് പ്രഖ്യാപിക്കും. രാവിലെ തന്നെ എന്റെ മൂടുകളിന് ഒരുമാതിരി കോപ്പിലെ സംഭവമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ശവശരീരങ്ങളെ അയാൾ വന്ന് കാണുന്നു. പടത്തലവനും അവന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 2 പേരും മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യവും അദ്ദേഹത്തെ അറിയിക്കുന്നു. ഉടനെ തന്നെ ഗ്രാമത്തലവന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് കണ്ടുകൊണ്ട് ആ 2 പേര് തന്നെയാണ് കൊലയാളികൾ, അവരെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ ഒന്നും ചിന്തിക്കാതെ ഗ്രാമത്തലവനും അതെ അവർ തന്നെയാണ് കൊലയാളികൾ, അവരെ പിടിക്കുക എന്ന് ഉത്തരവിടുന്നു. മറുവശത്ത് നമ്മുടെ രാജകുമാരൻ
രാജകുമാരനും അംഗരക്ഷകനും കൂടി വൈദ്യനെ തേടി നടക്കുകയാണ്. അടുത്തടുത്തുള്ളതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താമെന്ന് അംഗരക്ഷകൻ രാജകുമാരനോട് പറയുന്നു. അതേസമയം നമ്മുടെ രാജകുമാരനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന പടയുണ്ടല്ലോ, അവര് വേറെ വേറെ ടീമായിട്ട് പിരിഞ്ഞ് രാജകുമാരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു ശവശരീരം പൊതിഞ്ഞ് കെട്ടി ഒരു വലിയ പുഴയിലേക്ക് കൊണ്ട് എറിയുന്നത് കാണിക്കുന്നു. ഈ സീൻ നന്നായിട്ടൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. രാജകൊട്ടാരത്തിലെ മറ്റ് അധികാരികളെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജകുമാരന് മേലെ യഥാർത്ഥ കുറ്റം തന്നെയാണോ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്, അതോ മന്ത്രിമുഖ്യൻ തെറ്റായ ആരോപണം നടത്തിയിരിക്കുകയാണോ? അങ്ങനെ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി ഈ രാജ്യാധികാരം കൈയടക്കാൻ ശ്രമിക്കുകയാണോ? അദ്ദേഹത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തടയാൻ എന്താണ് ഒരു പോംവഴി എന്ന് അവർ സംസാരിക്കുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാറാണിയുടെ പ്രധാന തോഴി അങ്ങോട്ടേക്ക് വരുന്നു. അധികാരികളൊക്കെ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. കൊട്ടാരത്തിൽ നിന്നും ഒരു ശവം കണ്ടെടുത്തിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. ശവമോ? കൊട്ടാരത്തിലോ? ഇത്രയ്ക്ക് കാവലുണ്ടായിട്ടും അവിടെ എങ്ങനെ ശവശരീരം വരാൻ എന്ന് അധികാരികൾ ചോദിക്കുന്നു. അത് എനിക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അതുതന്നെയാണ് സത്യം. എന്റെ ജീവൻ പോലും പണയം വെച്ചാണ് ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു എന്ന് ആ സ്ത്രീ പറയുന്നു. നീ പോയിക്കോളൂ, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്നും പറഞ്ഞ് അധികാരികൾ അവളെ പറഞ്ഞുവിടുന്നു. അതോടെ മന്ത്രിമുഖ്യൻ തന്നെയാണ് ഇതിന്റെയെല്ലാം പിന്നിലെന്ന് അവർക്ക് ബോധ്യമാവുന്നു. അതെങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജകുമാരനെയും മറ്റ് അധികാരികളെയും രക്ഷിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇവിടെ നമ്മുടെ രാജകുമാരൻ അടുത്ത ഗ്രാമത്തിൽ വന്നിട്ട് വൈദ്യനെ പറ്റി അന്വേഷിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എനിക്കൊന്നും അറിയില്ല എന്ന് മറുപടി പറയുന്നു. അപ്പൊ നമ്മുടെ അംഗരക്ഷകൻ പറയും, വൈദ്യന്റെ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പാരിതോഷികങ്ങൾ നൽകാം. അപ്പൊ അയാൾ പറയും, വൈദ്യനെ പറ്റി എനിക്കൊന്നും അറിയില്ല, പക്ഷെ വൈദ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അതിനുശേഷം വെള്ളം മഞ്ഞായി ഒരുക്കിയ ആ ഗുഹയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് എന്ന് അയാൾ പറയുന്നു. അവിടെയാണ് മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുന്ന സസ്യമുള്ളത് എന്ന് അവൻ പറയുന്നു. മരിച്ചവരെ ജീവിപ്പിക്കാനോ? അങ്ങനെ ഒരു ചെടിയുണ്ടോ? അത് സത്യമാണോ എന്ന് രാജകുമാരൻ അയാളോട് ചോദിക്കുന്നു. അയാൾ അതേ എന്ന് മറുപടി പറയുന്നു. അങ്ങനെ രാജകുമാരനും അംഗരക്ഷകനും കൂടി ആ ഗുഹയിലേക്ക് പോകുന്നു. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഗുഹയിലേക്ക് അവർ എത്തിച്ചേരുന്നു. അവിടെ ആ ലേഡി ഉണ്ടായിരുന്നു. കുമാരനും അംഗരക്ഷകനും നീയാണോ വൈദ്യന്റെ കൂടെ ജോലി ചെയ്തിരുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ് എന്ന് അവൾ മറുപടി പറയുന്നു. വൈദ്യൻ എവിടെയെന്ന് അവർ അവളോട് ചോദിക്കുന്നു. ആ സമയത്ത് അവളുടെ കണ്ണുകളിൽ എന്തെന്നില്ലാത്ത ഭീതി അവർക്ക് കാണാൻ സാധിച്ചു. നടന്ന ആ ക്രൂര സംഭവങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവൾ. എന്നിട്ട് അവൾ അവരോടായിട്ട് പറയും, എല്ലാത്തിനും കാരണം ആ ചെടിയാണ്. ആ ചെടി കാരണം തന്നെയാണ് കൊട്ടാരത്തിലും ഇത്തരം അനിഷ്ടങ്ങളൊക്കെ സംഭവിച്ചത്. കൊട്ടാരത്തിലെ അനിഷ്ടങ്ങളോ? എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് അംഗരക്ഷകൻ അവളോട് ചോദിക്കുന്നു. ആ ഗ്രാമത്തിലുള്ളവരെല്ലാം മരിച്ചത് ഈ ചെടി കാരണമാണോ എന്ന് രാജകുമാരൻ അവളോട് ചോദിക്കുന്നു. ഉടനെ അവൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ പോയോ? നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ശവശരീരങ്ങളെല്ലാം ഗ്രാമത്തലവന്റെ സ്ഥലത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് രാജകുമാരൻ മറുപടി പറയുന്നു. അയ്യോ, നിങ്ങൾ വളരെ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അവരാരും ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ഇതേ സമയം ആ ഗ്രാമത്തിലേക്ക് ആ ഹണ്ടർ വരുന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് അവന് ഞെട്ടിപ്പോയി. ഓടിപ്പോയി അകത്ത് നോക്കുമ്പോൾ അവിടെയൊന്നും ശവശരീരങ്ങളില്ല. അവിടെയുള്ള പടയാളികളോടായിട്ട് നിങ്ങൾ എന്തിനാണോ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നവരെയൊക്കെ കൊണ്ടുപോയത് എന്ന് അലറി വിളിച്ച് ചോദിക്കുന്നു. ഇവിടെ മറ്റേ ഗ്രാമത്തലവന്റെ സ്ഥലത്ത് ആ ശവങ്ങൾ ഓരോന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തിലിരിക്കുന്ന മുറിപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ പല്ലിന്റെ അടയാളം പോലെ തന്നെയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നും അവർ സംസാരിക്കുന്നു. അപ്പോഴേക്കും ആ ഹണ്ടർ ഓടിപ്പിടിച്ച് ഗ്രാമത്തലവന്റെ സ്ഥലത്തേക്ക് എത്തുന്നു. ഇവരെ ഇങ്ങനെ വെറുതെ ഇടയിലെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കൂ എന്ന് അവൻ വിളിച്ചു പറയുന്നു. പക്ഷെ അവരുടെ എല്ലാം മുന്നിൽ ഈ ഹണ്ടറാണല്ലോ കൊലയാളി. അതുകൊണ്ട് തന്നെ ഗ്രാമത്തലവൻ വേഗം അവനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. മറുവശത്ത് ആ ലേഡി ഇരുട്ടാവുന്നതിന് മുമ്പ് അവരെയൊക്കെ കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷെ അംഗരക്ഷകൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ ലേഡി കുമാരനോടായിട്ട് പറയും, നമ്മുടെ വൈദ്യൻ ആ ചെടി വെച്ച് കൊട്ടാരത്തിൽ ആരെയോ ജീവൻ വയ്പ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അയാൾ മൃഗമായി മാറി എല്ലാരെയും ആക്രമിക്കുകയാണ് ചെയ്തത് എന്ന് വൈദ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സ്ത്രീ പറയുന്നു. ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് രാജകുമാരൻ ചോദിക്കുന്നു. വൈദ്യനെ എഴുതിയ കുറിപ്പുകൾ ഗ്രാമത്തിലുണ്ട്. അത് വെച്ച് ഈ രോഗം മാറ്റാനാവുമോ എന്ന് ശ്രമിക്കാമെന്ന് അവൾ പറയുന്നു. നീ ഈ സ്ത്രീയോടൊപ്പം ചെന്ന് ആ ഗ്രാമത്തലവനോട് കാര്യം പറഞ്ഞു ബോധിപ്പിക്കുക. ഞാൻ ഗ്രാമത്തിലേക്ക് ചെന്ന് ആ കുറിപ്പ് എടുത്തുകൊണ്ടുവരാം എന്നും പറഞ്ഞ് രാജകുമാരൻ പുറപ്പെടുന്നു. ആ ഗ്രാമത്തിലെത്തിയ കുമാരനെയും കാത്ത് അവിടെ മന്ത്രിമുഖ്യന്റെ മകൻ പടയാളി തലവൻ ഉണ്ടായിരുന്നു. നിങ്ങളെ ബന്ധിയാക്കാനുള്ള രാജകൽപ്പന എന്റെ അടുത്തുണ്ട്, മര്യാദയ്ക്ക് എന്റെ കൂടെ വരൂ എന്ന് പടത്തലവൻ രാജകുമാരനോട് പറയുന്നു. ഇത് രാജാവിന്റെ കൽപ്പനയാണോ അതോ നിന്റെ അച്ഛന്റെ തീരുമാനമാണോ? നിന്റെ അച്ഛൻ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ അച്ഛനെ എന്താണ് ചെയ്തതെന്ന് നീ പറ എന്ന് കുമാരൻ പടത്തലവനോട് പറയുന്നു. നിന്റെ അച്ഛൻ ജീവനോടെ തന്നെയുണ്ട്. മഹാറാണി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവനാവും അടുത്ത രാജ്യാവകാശി എന്ന് പടത്തലവൻ കുമാരനോട് പറയുന്നു. അതായത് ഈ രാജ്യം നിങ്ങളുടെ പരമ്പരയ്ക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കെതിരായ എല്ലാവരെയും കൊന്ന് എന്റെ അച്ഛനെയും അസുഖബാധിതനാക്കി മാറ്റിയത് അല്ലെ? നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് കുമാരൻ പറയുന്നു. അതിന് നീ ഇപ്പൊ വെറും ഡമ്മി പീസാണ്. വെറും രാജകുമാരൻ എന്നുള്ളൊരു പേരല്ലാതെ എന്ത് അധികാരമാണ് നിനക്കിപ്പോ കൊട്ടാരത്തിലുള്ളത് എന്ന് ആ പടത്തലവൻ കുമാരനോടായിട്ട് പറയുന്നു. തുടർന്ന് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു.
അതിനിടയിൽ പിന്നിലുണ്ടായിരുന്ന ഒരു ബോക്സിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. പടത്തലവനായിട്ട് എവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട് പോയിട്ട് അത് ചെക്ക് ചെയ്യാൻ പറയുന്നു. ആ പടയാളികൾ വന്ന് ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. മറ്റൊരു വശത്ത് ആ ഗ്രാമത്തലവനും സംഘവും നമ്മുടെ ഹണ്ടറെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വീണ്ടും വീണ്ടും അവരാരും മരിച്ചിട്ടില്ല, രാത്രിയായാൽ ഉടനെ അവരെല്ലാം എഴുന്നേറ്റ് മനുഷ്യരെ വേട്ടയാടാൻ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന് ഭ്രാന്ത് പിടിച്ചതാണ്, അവൻ സത്യം പറയുന്നത് വരെ അവൻ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഗ്രാമത്തലവൻ ഉത്തരവിടുന്നു. അപ്പോഴേക്കും ആ ലേഡി ഡോക്ടറും അങ്ങോട്ടേക്ക് വരുന്നു. അവളും സെയിം കഥ തന്നെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാതെ ഗ്രാമത്തലവൻ അവരെ രണ്ടുപേരെയും കെട്ടിയിടാൻ പറയുന്നു. സാവധാനത്തിൽ സൂര്യൻ മറഞ്ഞ് ഇരുട്ട് വീണു തുടങ്ങി. ഇരുട്ടായപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ശവം ചലിക്കുന്നത് ഒരു പടയാളി കാണുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജാവ് മരിച്ചു പോയതായിട്ട് ആ വൈദ്യൻ ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നു. അപ്പോൾ മന്ത്രിമുഖ്യൻ പറയും, ഒരു കാരണവശാലും ഇത് പുറത്തു പറയരുത്. എൻ്റെ മകൾ, അതായത് മഹാറാണി, ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം മാത്രമേ ഇത് പുറം ലോകം അറിയാവൂ. അതുവരെ രാജാവ് ചികിത്സയിലാണെന്ന് മാത്രമേ എല്ലാവരും അറിയാവൂ. 3 വർഷം മുമ്പ് നമ്മൾ ചെയ്തത് എന്താണോ അത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണെന്ന് അയാൾ ഉത്തരവിടുന്നു. അതിനുശേഷമാണ് ആ ചെടി ഉപയോഗിച്ച് രാജാവിനെ വീണ്ടും ജീവൻ വെപ്പിച്ചത്. പക്ഷേ ഒരു സോംബിയായിട്ടാണെന്ന് മാത്രം. അടുത്ത ഷോട്ടിൽ ആ ഗ്രാമത്തെ തന്നെ വീണ്ടും കാണിക്കുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് തന്നെ അതെന്താണെന്ന് അവർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സോംബി എഴുന്നേറ്റ് വരുന്നു. എല്ലാവരും ഞെട്ടി വിറച്ച് സ്തബ്ധരായി നിൽക്കുന്നു. അയ്യോ, അതെന്റെ ഭാര്യയാണ്, അവൾ ഇനിയും മരിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരു പൊട്ടം വന്നിട്ട് ആ സോംബിയെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, പൊറോട്ടയുടെ കൂടെ കിട്ടിയ ബീഫ് ഫ്രൈ പോലെ അവന്റെ കൊരവള്ളി ആ സോംബി കടിച്ച് പറിച്ച് പൊട്ടിക്കുന്നു. അപ്പോഴേക്കും എല്ലാ സോംബികളും കൂടി എഴുന്നേറ്റ് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കിയിരുന്ന ആൾക്കാരെ മുഴുവൻ ഓടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. മറുവശത്ത് ആ ലേഡിയെയും ഹണ്ടറേയും ഒരു ജയിലറയിലേക്ക് ഇടാൻ ശ്രമിക്കുമ്പോൾ ആ ഹണ്ടർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജകുമാരനെയും പടത്തലവനെയും കാണിക്കുന്നു. അവിടെയുള്ള പടയാളികൾ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിരുന്നല്ലോ, അതിനുള്ളിൽ നിന്നും ഒരു സോംബി പുറത്തു ചാടി അതിലൊരു പടയാളിയെ കടിച്ച് പറിക്കുന്നു. ആ സോംബി മറ്റാരുമല്ല, രാജകുമാരൻ അന്വേഷിച്ചു വന്ന ആ വൈദ്യനാണ്. നമ്മുടെ മന്ത്രിമുഖ്യന്റെ മകൻ ആ സോംബിയെ വാളുകൊണ്ട് കുത്തിയിട്ടും അത് ചാവുന്നില്ല. മാത്രമല്ല ആ സോംബി ആ പടത്തലവനെ കടിക്കുകയും ചെയ്യുന്നു. കലിമൂത്ത അവൻ ആ സോംബിയുടെ തല അരിഞ്ഞു വീഴ്ത്തുന്നു. പക്ഷെ എന്ത് കാര്യം, സോംബിയുടെ കടിയേറ്റതിനാൽ അവനും സോംബിയായി മാറുന്നു. വേറെ വഴിയില്ലാതെ രാജകുമാരൻ അവന്റെ തല വെട്ടിയരിയുന്നു. അത് കണ്ടുനിന്ന മറ്റൊരു പടയാളി അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. രാജകുമാരനും അവന്റെ പിന്നാലെ തന്നെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്തുടരുന്നു. പുറത്തെത്തിയ രാജകുമാരൻ തന്റെ മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചുപോയി. ആ ഗ്രാമത്തലവന്റെ ഗ്രാമം മുഴുവൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓടിപ്പോയ ഹണ്ടർ, ജയിലിലടക്കപ്പെട്ട ആ സ്ത്രീ, നമ്മുടെ രാജകുമാരന്റെ അംഗരക്ഷകൻ, ഗ്രാമത്തലവൻ, ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുക? ഇതൊക്കെ അറിയണമെങ്കിൽ ഈ സീസണിന്റെ 3ാമത്തെ എപ്പിസോഡ് കാണണം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ.